നിങ്ങൾ ഇന്ത്യൻ പൗരനാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? ഇന്ന് രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ചർച്ചയാണ് ഒരാളുടെ പൗരത്വം എങ്ങനെ തെളിയിക്കാനാകും എന്നതിനെക്കുറിച്ചാണ് ആ ചർച്ച. ഓരോരുത്തരും അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു. ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ പാസ്പോർട്ട് മതിയാകില്ല, ആധാർ കാർഡ് പോരാ, റേഷൻ കാർഡ് മതിയാകില്ല. ഇനി ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലോ അതും പോരാ. പിന്നെയോ വോട്ടർ പട്ടികയിൽ പേര് വേണം. അപ്പോൾ ആരാണ് ഇവിടെ ഒരാളുടെ പൗരത്വം തീരുമാനിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്? ഇന്ത്യൻ പൗരൻ ആരാണെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കില്ല എങ്കിൽ അവരെ ഈ ഭരണകൂടം എന്താണ് ചെയ്യാൻ പോകുന്നത്? പറയാം. വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. नागरिकता संशोधन कानून को लेकर फिर से ये सफेद झूठ बोलने लगे हैं, लोगों को डराने लगे हैं। कांग्रेस और उसके जैसे दलों और उसके वामपंथी इकोसिस्टम ने पूरी ताकत झोंक दी है भारत के मुसलमानों को डराने के लिए. 2019 ആ വലിയ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണ്. പൗരത്വ നിയമത്തിന്റെ പേരിൽ പ്രതിപക്ഷം ജനങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പൗരത്വത്തിന്റെ പേരിൽ ആരെയും പുറത്താക്കില്ല, ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ട, കള്ളമാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. എന്നാൽ 7 വർഷങ്ങൾക്കിപ്പുറം 2026 നിൽക്കുമ്പോൾ ഇന്ന് പൗരത്വത്തെ ചൊല്ലി വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത്. മുൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി GK പിള്ളയുടെ വാക്കുകൾ കേൾക്കും. ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും അവർ ഇന്ത്യൻ സിറ്റിസൻസ് ആണെന്ന് അവരുടെ ഒരു മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആണ് ഗവൺമെൻറ് പറയേണ്ടത് നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ല, നിങ്ങൾ പ്രൂവ് വേണ്ടി വരുന്നു. തെരഞ്ഞെടുപ്പ് രംഗം ശുദ്ധീകരിക്കാൻ മഹത്തായ യജ്ഞമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ SIR തുടങ്ങിയത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. SIRന്റെ ഓരോ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോഴും വോട്ടർ പട്ടികയിലുള്ളവർ ഇന്ത്യൻ പൗരന്മാരും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ പൗരത്വം തെളിയിക്കാനാകാത്ത ഇന്ത്യക്കാരുമായി മാറുകയാണ്. അതായത് ഇന്ത്യൻ പൗരനാകണമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണോ? അതാണ് ചോദ്യം. ഇലക്ഷൻ കമ്മീഷന് ഇതിനകത്ത് യാതൊരു അധികാരവുമില്ല. അവർ കാണിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരാൾ സിറ്റിസൺ ആണോ അല്ലയോ എന്ന് നിർണ്ണയിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിനാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ വളഞ്ഞ വഴിയിലൂടെ ഈ അധികാരം സ്ഥാപിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് വോട്ടർ പട്ടിക പുനഃപരിശോധിക്കുന്ന വേളയിൽ ഇന്ത്യൻ സിറ്റിസനാണ് വോട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ നമ്മൾ സിറ്റിസൺ ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ടെലിഗ്രാഫ് പത്രത്തിന്റെ എഡിറ്ററായിരുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജഗോപാലിന് പാസ്പോർട്ട് നിഷേധിച്ചത് എന്തിനായിരുന്നു? പാസ്പോർട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് അറിയിച്ച പാസ്പോർട്ട് ഓഫീസ് ഔദ്യോഗികമായി നൽകിയ കത്തിൽ പറഞ്ഞത് SIRൽ പേരില്ല എന്നാണ്. സംഗതി വലിയ പുലിവാലാകുമെന്ന് മനസ്സിലാക്കി പിന്നീട് അദ്ദേഹത്തിന് SIR നിലപാട് തിരുത്തി പാസ്പോർട്ട് ഓഫീസ് പാസ്പോർട്ട് അനുവദിച്ചു. പക്ഷേ അത് കൊൽക്കത്ത പോലീസിനെ പറ്റിയ ഒരു അബദ്ധമായി മാത്രം കാണാനാകില്ല. കാരണം അതൊരു രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെ കാണുന്നു. അപ്പോഴാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് പാസ്പോർട്ട് പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല എന്ന്. പാസ്പോർട്ട് കേവലം വിദേശയാത്രയ്ക്ക് പോകാനുള്ള ഒരു യാത്രാരേഖ മാത്രമാണെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. അതായത് ഇന്ത്യൻ പൗരന്മാർക്കാണ് പാസ്പോർട്ട് നൽകുന്നത്. അങ്ങനെ നൽകുന്ന പാസ്പോർട്ട് കൈവശമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഇന്ത്യൻ പൗരനാകുന്നില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. അപ്പോൾ ഇന്ത്യക്കാരല്ലാത്തവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കുമോ എന്ന സ്വാഭാവിക ചോദ്യം ഇവിടെ ഉയരും. പ്രേക്ഷകരെ, നമുക്കറിയാമല്ലോ ഒരു പാസ്പോർട്ട് എങ്ങനെയാണ് ലഭിക്കുന്നത്. ഒരാൾ ഇന്ത്യൻ പൗരനാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം, രേഖകൾ കൃത്യമായി പരിശോധിച്ച ശേഷം, ബയോമെട്രിക് പരിശോധനകൾക്ക് ശേഷം, കണ്ണിൻ്റെയും വിരലുകളുടെയും സ്കാനിംഗ് നടത്തിയ ശേഷം, പിന്നെ വീടുകളിൽ നേരിട്ടെത്തി പോലീസ് നടത്തുന്ന പരിശോധനകൾക്ക് ശേഷം, ഇത്രയും നീണ്ട പ്രോസസ്സിലൂടെ കടന്നാണ് ഒരാൾക്ക് പാസ്പോർട്ട് നൽകുന്നത്. അങ്ങനെ അനുവദിക്കുന്ന പാസ്പോർട്ട് ഉണ്ടെങ്കിലും അത് ഇന്ത്യൻ പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ലത്രേ. രാജ്യത്ത് പാസ്പോർട്ട് നിയമമുണ്ട്. 1967 ആ നിയമത്തിൽ 62A പ്രകാരം ഒരാൾ ഇന്ത്യൻ പൗരനല്ലെങ്കിൽ പാസ്പോർട്ട് നിഷേധിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിയമപ്രകാരം ഒരാളുടെ പൗരത്വം ഉറപ്പുവരുത്തി നൽകുന്ന പാസ്പോർട്ട് പോലും പൗരത്വം തെളിയിക്കാനുള്ള രേഖയാകില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ബിക്കോസ് നമ്മളുടെ ഒരു പാസ്പോർട്ടും കൊണ്ട് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ
അവർ പറയും ഇതൊരു ട്രാവൽ ഡോക്യുമെൻ്റ് അല്ലേ ഉള്ളൂ, ഒരു ബസ് ടിക്കറ്റ് പോലെയാണ്. ജസ്റ്റിസ് ലോക്കൂർ പറഞ്ഞ പോലെ ഇതൊരു ബസ് ടിക്കറ്റേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾ സിറ്റിസനായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ആ ഡോക്യുമെൻറ്റും കൊണ്ട് വരുമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ തരുള്ളൂ എന്ന് പറയും. അത് ഇതുവരെ ആരും അത് നോക്കിയിട്ടില്ല. അവർ തന്നെ ഐ തിങ്ക് മോസ്റ്റ് ഫോറിൻ ഗവൺമെൻറ്റ്സ് തന്നെ അവരുടെ മനസ്സിൽ ദാറ്റ് ഈ ഗവൺമെൻറ് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ഒരു എക്സ്റ്റേണൽ അഫെയർസ് സ്പോക്സ്മാനിൽ അത് ശരിയല്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ബിക്കോസ് പാസ്പോർട്ട് ഈസ് ഡോക്യുമെൻ്റ് ഓഫ് സിറ്റിസൺഷിപ്പ്. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും പൗരത്വം തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ഏതാണെന്നറിയാമോ? അത് ആ രാജ്യങ്ങളിലെ പാസ്പോർട്ടാണ്. അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അമേരിക്കൻ പൗരനാണെന്ന് തെളിയിക്കാൻ മറ്റൊരു രേഖയും വേണ്ട. ഇനി കാനഡ, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ, UK തുടങ്ങി എല്ലായിടത്തും അതാണ് നിയമം. പക്ഷേ ഇന്ത്യയിൽ പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്നാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത്. പാസ്പോർട്ട് ഇന്ത്യൻ പൗരത്വം തെളിയിക്കുന്നില്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ എന്ത് വിശ്വസിച്ചാണ് ആ രാജ്യങ്ങൾ ഒരു ഇന്ത്യക്കാരന് വിസ നൽകുക? ഇന്ത്യൻ പാസ്പോർട്ടുമായി വരുന്നവരെല്ലാം ഇന്ത്യക്കാരല്ല എന്നുകൂടിയല്ലേ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്? നൽകുന്ന സന്ദേശം പാസ്പോർട്ടും പൗരത്വം തെളിയിക്കില്ലെങ്കിൽ എന്തു രേഖ വെച്ചാണ് ഇന്ത്യക്കാർ അവരുടെ പൗരത്വം തെളിയിക്കേണ്ടത്? സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പ്രതിസന്ധിയെ ഇന്ത്യൻ ജനത അഭിമുഖീകരിക്കുന്നത്. ഈ നാട്ടിൽ ജനിച്ചവർ ഈ നാട്ടിലാണ് ജനിച്ചതെന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. 1955 ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം ഇന്ത്യയിൽ ജനിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാരാണ്. 1987 ശേഷം പൗരത്വത്തിന് രക്ഷിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. രക്ഷിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ തന്നെ അനധികൃത കുടിയേറ്റക്കാർ ആകാനും പാടില്ല. പക്ഷേ ഇതൊക്കെയാണെങ്കിലും രേഖകളിലൂടെ അതെങ്ങനെ തെളിയിക്കും? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിസന്ധിയിലേക്ക് രാജ്യം എത്തിയത്? അതാണ് രാഷ്ട്രീയം. നോക്കൂ, രാജ്യത്ത് SIR നടപ്പാക്കിയത് എന്തിനായിരുന്നു? വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ. എന്തിനാണ് ശുദ്ധീകരിക്കുന്നത്? ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്താൻ. അങ്ങനെ ശക്തിപ്പെടുത്തുമ്പോൾ അത് ഏകപക്ഷീയമായി ചെയ്യാൻ സാധിക്കുമോ? രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കണം. പക്ഷേ അതുണ്ടായോ? ഇല്ല. ഏകപക്ഷീയമായി വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നു. കേരള കേഡർ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇത് സ്വയം ചിന്തിച്ച് എടുത്ത തീരുമാനം മാത്രമല്ലെന്ന് ഏത് പോലീസുകാരനും എളുപ്പത്തിൽ മനസ്സിലാകും. ബീഹാറിൽ SIR പ്രഖ്യാപിച്ചുകൊണ്ട് തുടങ്ങി. ബീഹാറിൽ SIR പ്രഖ്യാപിച്ചപ്പോൾ 68 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇതിൽ 3.5 ലക്ഷത്തിലധികം പേർ പുറത്തായത് പൗരത്വം തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. SIRന്റെ ഭാഗമായി പൗരത്വം തെളിയിക്കാൻ 11 രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. പാസ്പോർട്ട് ഉൾപ്പെടെ 11 രേഖകൾ. അതിൽ ആധാർ കാർഡ് കൂടി ഉൾപ്പെടുത്തിയത് സുപ്രീം കോടതിയാണ്. ഈ രേഖകളിൽ പേരുകൾ മാറിപ്പോയി, സ്പെല്ലിംഗ് തെറ്റ് എന്നൊക്കെ പറഞ്ഞ് സംശയത്തിന്റെ നിഴലിലാക്കി. SIRന്റെ ഭാഗമായി പല സംസ്ഥാനങ്ങളിലായി ഇതുവരെ 6.5 കോടി പേരെ ഒഴിവാക്കിയപ്പോൾ അതിൽ 30% പേരെ മാറ്റി നിർത്തിയത് സംശയം പറഞ്ഞാണ്, വെറും സംശയം പറഞ്ഞാണ്. അവരൊക്കെ ഇനി ട്രൈബ്യൂണലുകളിൽ പോകണം പൗരത്വം തെളിയിക്കാൻ. രാജ്യത്താകെ എത്ര ട്രൈബ്യൂണലുകൾ ഉണ്ടാകും? ഒരു ദിവസം 100 കേസ് തീർപ്പാക്കിയാൽ പോലും അടുത്ത 5 വർഷം കൊണ്ട് ഈ കേസുകളൊന്നും തീർപ്പാക്കാൻ പോകുന്നില്ല. ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ജീവിതകാലം മുഴുവൻ അവരുടെ പൗരത്വം തെളിയിക്കാനായി നടക്കേണ്ടി വരും, കോടതികൾ കയറിയിറങ്ങേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന പരിഷ്കാരമനുസരിച്ച് വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേര് ചേർക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ പേര് SIRലുണ്ടോ എന്നുകൂടി പരിശോധിക്കും. ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സ്വന്തം പൗരത്വം തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിക്കുന്ന രേഖകളുമായി പോകേണ്ട ഗതികേട്. പോയില്ലെങ്കിൽ നേരിടാൻ പോകുന്നത് ചെറിയ വെല്ലുവിളിയുമല്ല. ഇത്രയും കാലം സിറ്റിസനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇപ്പം ഒരു കെട്ട് രേഖകളുമായി സർക്കാർ ഓഫീസുകളിൽ പോയി കാത്തിരിക്കേണ്ട അവസ്ഥ നിലവിൽ വന്നിട്ടുള്ളത്. ഒരു രേഖ മാത്രം പോരാ. പണ്ടാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസനാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസനാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പാസ്പോർട്ട് ഒരു ട്രാവൽ ഡോക്യുമെൻ്റ് എന്ന രീതിയിലാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ രേഖകൾ മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ രേഖകളുമായി നിങ്ങളുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ ഇതൊക്കെ എടുത്ത് സർക്കാർ ഓഫീസുകളിൽ പോകേണ്ട ഒരു അവസ്ഥ. തെരഞ്ഞെടുപ്പ് രംഗത്തിന്റെ ശുദ്ധീകരണം എന്ന് മാത്രം പറഞ്ഞ് ഇപ്പോൾ നടക്കുന്ന ഈ നീക്കങ്ങളെ കാണാനാകില്ല. അവിടെയാണ് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന കൂടി ചേർത്ത് വെക്കേണ്ടത്. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സംഘപരിവാർ ലക്ഷ്യങ്ങൾ ഓരോന്നായി നടപ്പാക്കുകയാണ്. അതാണല്ലോ കശ്മീരിൽ കണ്ടത്.
അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത് രാമരാജ്യ പ്രഖ്യാപനം നടത്തുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് SIRനെയും നമ്മൾ കാണേണ്ടത്. ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, RSS നിശ്ചയിക്കുന്ന ഹിന്ദു രാഷ്ട്രം. ആ രാഷ്ട്രത്തിൽ RSS സിദ്ധാന്തങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവർ മതി. അതിനെതിരെ നിൽക്കുന്നവർക്ക് ഈ രാജ്യത്ത് ഇടമില്ലെന്ന് പറയുകയല്ലേ ഈ പുതിയ പരിഷ്കാരങ്ങൾ എന്നതാണ് നോട്ട് ദ പോയിന്റ് ഉയർത്തുന്ന ചോദ്യം. പൗരത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതനുസരിക്കാത്തത് എന്ന പ്രധാന ചോദ്യമുണ്ട്. സുപ്രീം കോടതിയല്ല, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഭരണഘടനാ സ്ഥാപനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വയം മാറാൻ സാധിക്കില്ലെന്ന് അറിയാത്തവരല്ലല്ലോ നമ്മൾ. ഒരുപാട് പേമാരികളെ അതിജീവിച്ച രാഷ്ട്രീയ ചരിത്രമുള്ള മണ്ണാണ് ഇന്ത്യയുടേത്. അതിനാൽ ഈ കാലവും കടന്നുപോകുമെന്ന് നോട്ട് ദ പോയിന്റിന് ഉറപ്പാണ്. ഇന്ത്യൻ രാഷ്ട്രീയം ആരുടെയും കുത്തകയല്ല. ഇതൊരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പരമാധികാര രാജ്യമാണ്. ഈ രാജ്യത്ത് ജനങ്ങളാണ് വലുത്. മറ്റൊരു വിഷയവുമായി നോട്ട് ദ പോയിന്റിൽ കാണാം വീണ്ടും.